പ്രിയപ്പെട്ട അധ്യക്ഷൻ ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ശബ്ദത്തിന് അല്പം പ്രയാസമുണ്ട്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെതിരെ സമരം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ശബ്ദത്തിന് ചെറിയ പ്രയാസം വന്നത്. നമ്മളിവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിനകത്ത് നമുക്കുള്ള ആശങ്കകൾ ചർച്ച ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചോ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളെക്കുറിച്ചോ ആ രീതിയിൽ ചർച്ച ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്തുകൊണ്ടാണ് PM ശ്രീ പദ്ധതി കേരളത്തിനകത്ത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ദോഷകരമായി ബാധിക്കുന്നത് എന്ന് ആ രീതിയിലേക്കുള്ള ചർച്ച സംഘടിപ്പിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നല്ലതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിനകത്തുണ്ട്. നീതി ആയോഗ് ഉൾപ്പെടെ BJPയുടെ ഭരണ സംവിധാനത്തിലുള്ള വിവിധങ്ങളായ വകുപ്പുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് കേരളം എന്നാണ് ഉത്തരം. വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അടിസ്ഥാനപരമായ സൗകര്യങ്ങളുള്ള സംസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് കേരളം എന്നാണ് ഉത്തരം. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മെച്ചപ്പെട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനം, അത് കേവലം ഇടതുപക്ഷം ഭരണം നടത്തിയുകൊണ്ട് മാത്രമല്ല, കേരളത്തിനകത്ത് വന്ന വിവിധങ്ങളായ ഭരണ സംവിധാനങ്ങളുടെ നേതൃപാഠവുമായ പങ്കിൻ്റെ ഫലമായാണ് അത്തരത്തിലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം കേരളത്തിനകത്ത് വന്നത്. നോക്കൂ, സമീപകാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ ഗുരുതരമായ വിഷയം ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇതിനകത്തുണ്ട്. PM ശ്രീയുടെ നയരേഖയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സെക്ഷൻ 6 പറയുന്നു, ഓരോ ബ്ലോക്കിലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്ന സ്കൂളുകൾക്കകത്ത് ആ സ്കൂളിനെ വിലയിരുത്തുന്നത് അത് ദേശീയ പാഠ്യപദ്ധതി NEP എന്ന് പറയുന്ന ദേശീയ പാഠ്യപദ്ധതി, ആ ദേശീയ പാഠ്യപദ്ധതിയിൽ ഏത് തരത്തിലാണ് ആ സ്കൂൾ മികവ് പുലർത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ PM ശ്രീ പദ്ധതിയിൽ അതിൻ്റെ മികവ് വിലയിരുത്തുന്നത്. അതോടൊപ്പം പറയുന്നു, നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത്, നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നു വരേണ്ടത് ഒരു രാഷ്ട്രം ഒരു ചിന്ത എന്നുള്ള രീതിയിലാണ്. ഒരു രാഷ്ട്രം ഒരു ചിന്ത എന്നുള്ള രീതി നമ്മുടെ ഭരണഘടനാപരമായി തെറ്റായ ഒരു ചിന്തയാണ്. നമ്മുടെ രാജ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യമാണ്. വിവിധങ്ങളായ സംസ്കാരങ്ങളുണ്ട്, വിവിധങ്ങളായ മതങ്ങളുണ്ട്, വിവിധങ്ങളായ ഭാഷകളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ കൂടിച്ചേരുന്ന ഒരു മൂല്യമുള്ള രാജ്യത്ത് ഒരു രാജ്യം ഒരേ രീതിയിൽ പോകുന്ന ആളുകൾ എന്നുള്ള ചിന്ത ഈ പാഠ്യപദ്ധതിയുമായി വരുന്നു എന്ന് അതിൻ്റെ നയരേഖ പറയുന്നു. ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട 6 തൂണുകൾ, നെടും തൂണുകൾ എന്ന് പറഞ്ഞതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്, ഒന്ന് അതിൻ്റെ കരിക്കുലമാണ്, ഒന്ന് അതിൻ്റെ സിലബസാണ്, മറ്റൊന്ന് അതിൻ്റെ മൂല്യനിർണയമാണ്, നാലാമത്തേതായി പറയുന്നത് ഈ വിദ്യാലയങ്ങൾക്കകത്തുള്ള അടിസ്ഥാന സൗകര്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ് നിർഭാഗ്യവശാൽ എന്തുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നു എന്ന ചോദ്യത്തിന് ചിലരെങ്കിലും പറയുന്നത് സ്കൂളുകൾക്കകത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പദ്ധതിയിൽ ഒപ്പിട്ടാൽ സാധിക്കുമെന്നതാണ്. ഇത് കേവലം ദീർഘകാലമായ വർഷത്തേക്കുള്ളൊരു പദ്ധതിയല്ല, കേവലം 5 വർഷത്തേക്കുള്ള പദ്ധതിയായാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പദ്ധതി സമർപ്പിക്കപ്പെട്ടത്. 2023 തുടങ്ങി 2027 അവസാനിപ്പിക്കുന്ന രീതിയിൽ ഒരു പഞ്ചവത്സര പദ്ധതിയായി PM ശ്രീ പദ്ധതി കൊണ്ടുവരുന്നു. നിലവിൽ നമ്മൾ 3 വർഷം പിന്നിട്ടു. ഇനി നമുക്ക് മുന്നിലുള്ളത് കേവലം 2 വർഷം മാത്രമാണ്. ഈ പിന്നിട്ട് പോയ 3 വർഷത്തെ പണം നമുക്ക് ലഭിക്കുമോ? ഇല്ല, അങ്ങനെ ഒരു പണം നമുക്ക് ലഭിക്കില്ല. ഇനി വരാനുള്ള 2 വർഷത്തെ പണമാണ് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് ലഭിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും പറയുന്നു 1500 കോടി രൂപ നമുക്ക് കിട്ടാനില്ലേ, 1600 കോടി രൂപ നമുക്ക് കിട്ടാനില്ലേ? ഉണ്ട്, ശരിയാണ്, 1500 രൂപ കിട്ടാനുണ്ട്, 1500 കോടി കിട്ടാനുണ്ട്. അത് സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടാനുള്ള പണമാണ്. സർവശിക്ഷാ അഭിയാൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടേണ്ട പണം ന്യായമായും നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട പണമാണ്. ആ പണം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതിക്ക് അകത്ത് നമ്മൾ ഒപ്പിട്ടു എന്ന് ഈ പറയുന്ന ഭരണ സംവിധാനം പറയുന്നത്, പൊതു വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അങ്ങനെ ഒപ്പിട്ട് കിട്ടേണ്ട ഈ SSA എന്ന് പറയുന്ന 1300 കോടി രൂപ
ആ പണം സമാഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒപ്പിടുകയായിരുന്നില്ല, മറിച്ച് നിയമപരമായ രീതിയിൽ അതിനെ നേരിടേണ്ടതായിരുന്നു, രാഷ്ട്രീയപരമായ രീതിയിൽ അതിനെ നേരിടേണ്ടതായിരുന്നു. ബംഗാൾ ചെയ്തത് അങ്ങനെയാണ്, തമിഴ്നാട് ചെയ്തത് അങ്ങനെയാണ്, കേരളവും അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. ഇത് കേവലം NEP നടപ്പാക്കുന്നത് കൊണ്ട് ഒരു ഗാന്ധിവധം ഈ പാഠ്യപദ്ധതിയിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. RSS സംഘപരിവാരം ഈ രാജ്യത്തിനകത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന കാവ്യവൽകൃതമായ ഒരു പാഠ്യപദ്ധതി ഈ കേരളത്തിനകത്ത് വരും. RSS ഭരണം നടത്തുന്ന അല്ലെങ്കിൽ RSS സംവിധാനത്തിലുള്ള നിരവധി സ്കൂളുകൾ നിലവിൽ കേരളത്തിനകത്തുണ്ട്. അങ്ങനെ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഭരണ സംവിധാനത്തിലേക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നൊരു വിദ്യാർത്ഥിയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ MSFൻ്റെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നു, KSUവിൻ്റെ പ്രതിനിധി ഇരിക്കുന്നു, AIYFൻ്റെ പ്രതിനിധിയായി ഞാൻ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നു. നമ്മളെല്ലാം പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്ന് അതിൻ്റെ ഭാഗമായി വന്ന ആളുകളാണ്. ഇത്തരത്തിൽ RSS നേതൃത്വം നൽകുന്ന പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഒരാൾ പോലും ഇത്തരത്തിൽ പൊതുമേഖലയിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ അടിസ്ഥാന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിനകത്തും ഇടപെടാൻ പ്രാപ്തിയുള്ള കുട്ടികളായി അല്ലെങ്കിൽ പൗരന്മാരായി വളർത്തിയെടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളം ഇപ്പോഴും പറയുന്നു, കേരളം നടത്തേണ്ടിയിരുന്നത് നയപരമായ, രാഷ്ട്രീയപരമായ, നിയമപരമായ പോരാട്ടമായിരുന്നു. അതിനകത്ത് ചെറിയൊരു പോരായ്മ കേരളത്തിൻ്റെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. AIYF എന്നുള്ള നിലക്ക് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലവിൽ സമരത്തിലാണ്, പ്രക്ഷോഭത്തിലാണ്. ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്ന കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ വലിയ ഗുരുതരമായ രീതിയിൽ ബാധിക്കാനിടയുള്ള ആളുകൾക്ക് ആശങ്കയുള്ള ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ AIYF എന്നുള്ള നിലക്ക് സമരക്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിൽ നിൽക്കേണ്ടി വരും. അത് AIYFൻ്റെ സംസ്ഥാന കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ തെറ്റായ നയം പിൻവലിക്കണം എന്നുള്ളതാണ് AIYF എന്നുള്ള നിലക്ക് നമ്മുടെ ആവശ്യം. ഈ ആശങ്ക SKSSFനോടൊപ്പം തന്നെ ഈ ആശങ്ക AIYFും ഇവിടെ പങ്കുവെക്കും.